ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമിയെ കണ്ടെത്താനുള്ള കോൺക്ലേവ് അല്പസമയത്തിനകം ആരംഭിക്കാൻ പോകുന്നു. 133 കർദിനാൾമാരാണ് കോൺക്ലേവിൽ പങ്കെടുക്കുന്നത്. ജോൺ ലോറൻസ് വിവരങ്ങളുമായിട്ട് ചേരുന്നു. എന്താണ് നടപടിക്രമങ്ങൾ? തന്നെ നമ്മൾ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പൗളിൻ ചാപ്പലിൽ കർദിനാൾമാർ പ്രാർത്ഥന കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷം സിസ്റ്റൈൻ ചാപ്പലിലേക്ക് പ്രദക്ഷിണമായി കർദിനാൾമാർ അല്പസമയത്തിനകം അവിടെ നിന്ന് ഒരു പ്രോസഷനായിട്ട് അല്ലെങ്കിൽ ഒരു പ്രദക്ഷിണമായിട്ട് സിസ്റ്റൈൻ ചാപ്പലിലേക്ക് പോകും. അതാണ് അതിൻ്റെ ഒരു നടപടിക്രമം. രാവിലെ കർദിനാൾമാർ സമൂഹ ബലിയിൽ പങ്കെടുത്തു. അതിനുശേഷം പൗളിൻ ചാപ്പലിൽ കർദിനാൾമാർ ഒത്തുചേർന്നു. അവിടെ അതെ ഇപ്പോൾ നമ്മൾ കാണുന്നത് പൗളിൻ ചാപ്പലിൽ നിന്ന് സിസ്റ്റൈൻ ചാപ്പലിലേക്ക് ഉള്ള യാത്രയാണ്. കോൺക്ലേവിലേക്ക് പ്രവേശിക്കാൻ കർദിനാൾമാർ ഒരുങ്ങിയിരിക്കുന്നു. പൗളിൻ ചാപ്പലിൽ നിന്ന് സിസ്റ്റൈൻ ചാപ്പലിലേക്ക് കർദിനാൾമാർ പ്രദക്ഷിണമായി നീങ്ങുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. കർദിനാൾ സംഘത്തിൻ്റെ ഡീൻ ഇറ്റാലിയൻ കർദിനാൾ ജിയോവനി ബാറ്റിസ്റ്റ റേയുടെ നേതൃത്വത്തിൽ കർദിനാൾമാർ സിസ്റ്റൈൻ ചാപ്പലിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. കത്തോലിക്ക സഭയുടെ, അതായത് കാലം ചെയ്ത പോപ്പ് ഫ്രാൻസിസിൻ്റെ പിൻഗാമിയെ തിരഞ്ഞെടുക്കുന്നതിന് ഉള്ള ഒരു യാത്രയിലാണ് ഇപ്പോൾ കർദിനാൾമാർ. കത്തോലിക്ക സഭയുടെ 267ാമത്തെ പോപ്പിനെ തിരഞ്ഞെടുക്കാനാണ് 133 കർദിനാൾമാർ ഇപ്പോൾ സിസ്റ്റൈൻ ചാപ്പലിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. പോപ്പിൻ്റെ പിൻഗാമി ആരെന്ന് നമുക്ക് പ്രവചിക്കാനാവില്ല. കാരണം അസാധ്യമാണ് പോപ്പിൻ്റെ പിൻഗാമിയെ പ്രവചിക്കുക എന്നുള്ളത്. കാരണം അപ്രധാന സ്ഥാനാർത്ഥികൾ കയറി വരാൻ സാധ്യതയുണ്ട്, പ്രവചിക്കപ്പെടുന്ന സ്ഥാനാർത്ഥികൾ പിന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്. ഈ നൂറ്റാണ്ടിൽ പ്രവചിക്കപ്പെട്ടവരിൽ കർദിനാളായത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ പിൻഗാമിയായി തിരഞ്ഞെടുക്കപ്പെട്ട ജോസഫ് റാറ്റ്സിംഗർ എന്ന ബെനഡിക്ട് 16ാമൻ മാർപ്പാപ്പയാണ് പ്രവചിക്കപ്പെടുകയും തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് തന്നെ വളരെ വളരെ സങ്കീർണമായിരുന്നു. വളരെ ശക്തമായ ഒരു മത്സരത്തിന് ശേഷമാണ് ബെനഡിക്ട് 16ാമന് പ്പെടാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ പോപ്പിനെ പ്രവചിക്കുക എന്നുള്ളത്, ആരാവും പോപ്പ് എന്ന് പ്രവചിക്കാനാവില്ല. അങ്ങനെ പ്രവചനം സാധാരണ നടക്കുന്നതാണ്. വാതുവെപ്പുകാരും വത്തിക്കാൻ നിരീക്ഷകരും ലോകമെമ്പാടുമുള്ള മാധ്യമപ്രവർത്തകരും വത്തിക്കാൻ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന മാധ്യമപ്രവർത്തകരും സാധാരണ ആരാവും പോപ്പ് എന്ന് പ്രവചിക്കാനുള്ള ശ്രമങ്ങൾ നടത്താറുണ്ട്. പക്ഷേ അവരാരും തന്നെ പ്രവചിക്കപ്പെടുന്നവർ പോപ്പാവാറില്ല. അപൂർവമാണ് പ്രവചിക്കപ്പെടുന്നവർ പോപ്പായി തിരഞ്ഞെടുക്കപ്പെടുന്നത് തന്നെ അപൂർവമാണ്. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമിയായിരുന്ന ബെനഡിക്ട് 16ാമൻ മാർപ്പാപ്പ പോപ്പാവുമെന്ന് പ്രവചിക്കപ്പെട്ടിരുന്നു. അദ്ദേഹം പോപ്പായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. ഈ കഴിഞ്ഞ തവണ പോപ്പ് ഫ്രാൻസിസ് 2013 പോപ്പ് ഫ്രാൻസിസ് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അദ്ദേഹം പോപ്പാവുമെന്ന് ആരും പ്രവചിച്ചിരുന്നില്ല. പക്ഷേ അദ്ദേഹം അപ്രതീക്ഷിതമായി പോപ്പായി. അപ്പോൾ ആരാവും പോപ്പ് എന്ന് നമുക്ക് പ്രവചിക്കാനാവില്ല. അതാണ് ഒരു കത്തോലിക്ക സഭയുടെ ഒരു ചരിത്രം എന്ന് പറയുന്നത്. കാരണം കത്തോലിക്ക സഭയിൽ ഏറ്റവും ജനാധിപത്യപരമായി നടക്കുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു നടപടിക്രമം എന്ന് പറയുന്നത് ഈ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുക എന്ന നടപടിക്രമം മാത്രമാണ് കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ജനാധിപത്യപരമായ നടപടിക്രമം എന്ന് നമ്മൾ പറയേണ്ടത്. 133 കർദിനാൾമാരാണ് ഇത്തവണത്തെ കോൺക്ലേവിൽ പങ്കെടുക്കുന്നത്. അത് തന്നെ ഈ കോൺക്ലേവ് തുടങ്ങിയതിന് ശേഷം, ചരിത്രാതീത കാലം മുതൽ കോൺക്ലേവ് തുടങ്ങിയതിന് ശേഷം ഏറ്റവും കൂടുതൽ കർദിനാൾമാരുടെ പ്രാതിനിധ്യമുള്ളത് ഈ കോൺക്ലേവിനാണ്. 133 പേരാണ്. 135 പേരാണ് വോട്ടവകാശം ഉണ്ടായിരുന്നത്. അതിൽ 133 2 പേരെ ഒഴിവാക്കിയിരിക്കുന്നു. ഒരാൾ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞു, മറ്റൊരാൾ ചില കാരണങ്ങളാൽ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ 133 കർദിനാൾമാരാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് പോലെ സിസ്റ്റൈൻ ചാപ്പലിലേക്ക് പ്രദക്ഷിണമായി പോയിക്കൊണ്ടിരിക്കുന്ന 133 കർദിനാൾമാരാണ് പോകുന്നത്. ഏറ്റവും പിന്നിലായി കർദിനാൾ സംഘത്തിൻ്റെ ഡീൻ ജിയോവനി ബാറ്റിസ്റ്റ റേ ആയിരിക്കും. അദ്ദേഹമാണ് ഈ കർദിനാൾമാരെ, ഇടയന്മാരെ നയിച്ചുകൊണ്ട് സിസ്റ്റൈൻ ചാപ്പലിലേക്ക് പോവുക. സിസ്റ്റൈൻ ചാപ്പലിൽ കർദിനാൾമാർ പ്രവേശിച്ചതിന് ശേഷം വോട്ടെടുപ്പും പോലുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കും. ഇന്ന് ഓരോ വോട്ടെടുപ്പ് മാത്രമേ ഇന്നുണ്ടാവുകയുള്ളൂ. നാളെ മുതൽ, ഇന്ന് പോപ്പ് തിരഞ്ഞെടുക്കപ്പെട്ടില്ലെങ്കിൽ നാളെ മുതൽ പ്രതിദിനം 2 തവണ കോൺക്ലേവ് ചേരും. ഓരോ കോൺക്ലേവിലും 2 വോട്ടെടുപ്പ് നടക്കും. അതായത് നാളെ 4 വോട്ടെടുപ്പ് നടക്കും. അപ്പോൾ 89 വോട്ട് കിട്ടുന്ന, അതായത് 2 ഭൂരിപക്ഷം കിട്ടുന്നത് വരെ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കപ്പെടാൻ വേണ്ടത് 2 ഭൂരിപക്ഷമാണ്. അതായത് 133 കർദിനാൾമാരിൽ 89 കർദിനാൾമാരുടെ വോട്ട് കിട്ടണം. ആ വോട്ട് കിട്ടുന്നയാൾ തിരഞ്ഞെടുക്കപ്പെടും. അങ്ങനെ 89 വോട്ട് കിട്ടുന്നത് വരെ കോൺക്ലേവ് തുടരും. അതാണ് അതിൻ്റെ നടപടിക്രമം. ബരേഷ്. ശരി, ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമിയെ കണ്ടെത്താനുള്ള കോൺക്ലേവ് അല്പസമയത്തിനകം ആരംഭിക്കാൻ പോകുന്നു. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. തത്സമയം നമ്മൾ അതിൻ്റെ ദൃശ്യങ്ങൾ കാണുകയാണ്. എന്തൊക്കെയാണ് നടപടിക്രമങ്ങൾ എന്നും അതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് എന്നും സൂചിപ്പിക്കുകയായിരുന്നു
ജോൺ ലോറൻസ്. 133 കർദിനാൾമാരാണ് കോൺക്ലേവിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്.